മക്കളെ നമുക്ക് നമ്മുടെ ഡെറാഡോ ട്രാവൽസ് ഓടിച്ചു നോക്കാം തോമസൻ സാറിന്റെ വണ്ടി. ഓക്കെ ചേട്ടാ കേൾക്കോ? നമ്മുടെ വണ്ടികളൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഫോട്ടോഷൂട്ടിന് വന്നായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. കാരണം എന്റെ വീഡിയോ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇവിടെ വണ്ടികൾ കിടക്കുന്നുണ്ട്. നമ്മുടെ രഥങ്ങളെല്ലാം തന്നെ ഇവിടെ ഹാജരാണ്. ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കി വണ്ടിയുടെ സെറ്റല്ലേ, നല്ല വീടിന് സന്തോഷം. അപ്പോൾ ഇവനൊക്കെ നമ്മൾ ടാറ്റയാണെങ്കിലും ലൈലൻ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഓടിച്ച വണ്ടികളാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസ്സാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ജ്യേഷ്ഠതുല്യനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചേട്ടനെ പോലുള്ള ഒരാളുടെ വണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മറ്റേ തോമസൻ സാറിൻ്റെ വണ്ടിയാണ്, ഡെറാഡോയാണ്. അഞ്ചലിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ആയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇൻ്റർ പറയുന്നത് റോഡിലെടുത്താണ് അവർ ആംബുലൻസൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെലിവറി ഫംഗ്ഷനൊക്കെ എൻ്റെ അടുത്ത് ചെല്ലാൻ പണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കന്ന് ചെറിയൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് നമുക്ക് വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ പുറകിൽ കിടക്കുന്നതാണ് നമ്മുടെ രണ്ട് വണ്ടികൾ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അന്നത്തെ വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് വരുമ്പോൾ കുറച്ച് നേരം വൈകി കാരണം ആകെ ഇരുട്ട് വന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ വണ്ടി ഇവിടെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളും എല്ലാം ഉണ്ട് ഇവിടെ. 20 വണ്ടികളുണ്ട്, 2-3 വണ്ടികൾ നമ്മുടെ ഷെഡിലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെറാഡോൻ്റെ യെല്ലോ തീമിൽ അല്ലെങ്കിൽ ഗ്രീൻ തീമിൽ വന്നിട്ടുള്ള വണ്ടി കേട്ടോ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയണം. നമ്മൾ ഡെറാഡോൻ്റെ കഴിഞ്ഞ വർഷം നമ്മളൊരു വേനൽക്കാലത്ത് 2 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കിടക്കണ അതാണ് ആ ടർബോ. പിന്നെ ഒരു ടാറ്റ വണ്ടി അത് ബാക്കിലും കിടക്കുന്നുണ്ട് കേട്ടോ. ആ കിടക്കണം കണ്ടില്ലേ. പിന്നെ ഒരു 5 വണ്ടി ഇവിടെ കാണാണ്ട്. 1, 2, 3, 4, 5 4 ATPയും ഒരു സാധാ വണ്ടി. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോക്കണത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മളെ ഈ ഡെറാഡോൻ്റെ ഉള്ളിൽ നോക്കിയേ കുറേ എഴുത്തുകൂത്തുകൾ കണ്ടാ. കുറേ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഈ ഡെറാഡോ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണല്ലേ. എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല, പക്ഷേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒരു ഫൗണ്ടും കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലേറ്റ് കുറച്ച് പോയിട്ടുണ്ട്, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമ്മളെ വണ്ടിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം 3:30 എത്തുമ്പോൾ, പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ 4 മണി കഴിഞ്ഞു, 5 അപ്പോൾ ഫ്രണ്ട് കവള് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല, നമുക്കങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. വണ്ടി നല്ല അതിൻ്റെ കളറാണ് കാണുന്നത്. ഇത് സിംഗിൾ കളറിലാണ് വന്നേക്കുന്നത്. മറ്റേ ഒരു വണ്ടി കൂടി ഉണ്ട്, അത് ഞാൻ സെക്കൻഡ് വീഡിയോ ഇട്ട് അത് ഇടാം. ആദ്യം ഈ വീഡിയോ ഇടാം, മറ്റേ സെക്കൻഡ് വീഡിയോ അത് ഇടാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞ കളറുള്ള വണ്ടി കേട്ടോ. അത് പുനലൂർ പോണ റോഡാണ്, അവിടെയാണ് വണ്ടി ഇട്ടേക്കണത്. അപ്പോൾ ഒരു മഞ്ഞ കളറ് തീമിലാണ് ഈ വണ്ടി വന്നേക്കണത്.
നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. 12 മീറ്റർ ATP ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള വണ്ടികൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചിരമേലിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ പറഞ്ഞ് വെറുപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മെക്കാനിക്കൽ ഭാഗം, ഷാസി എല്ലാം തന്നെ. ചിലവരൊക്കെ പറയും നിങ്ങൾ ഒരു അലസതയുണ്ട്, വീണ്ടും നിങ്ങൾ പുതിയ വണ്ടി കിട്ടുമ്പോൾ പുതിയതായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ മീൻസ് പഴയതായിട്ടല്ല, പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ പഴയ വണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമുക്ക് മടിയായിട്ടല്ല. അപ്പോൾ പല ആൾക്കാരും നിങ്ങൾ പറഞ്ഞത് വെറുപ്പിക്കരുത്, പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നോക്കുകയാണ്. ഡീസൽ ടാങ്കിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലഗേജ് ബോക്സ്, പിന്നെ അതുപോലെ ആഡ്ബ്ലൂവിൻ്റെ ഫില്ലിംഗ് സ്റ്റേഷൻ, പിന്നെ നമ്മുടെ 295/80 86 22.5 നമ്മുടെ ടയർ, MRFൻ്റെ ടയർ അതിൽ വന്നിട്ടുള്ളത്. എയർ ഫിൽറ്റർ, എയർ ക്ലീനർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ക്യാമിലേക്ക് കയറുന്ന ഭാഗം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വണ്ടിയുടെ ലുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് അതിൻ്റെ വന്നേക്കുന്നത്. പോർഷനൊക്കെ സെഡസ്ത്ര കവളിലാണ് വന്നേക്കുന്നത്. പ്രകാശമാണ് ബോഡി കിട്ടിയേക്കുന്നത്. നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹെഡ് ലാമ്പ്സ്, അതുപോലെ തന്നെ വൈപ്പേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഫൗണ്ട് ഒക്കെ നല്ല ഡെറാഡ് എപ്പോഴും നല്ലൊരു സെറ്റല്ലേ, ഒന്നും പറയാലോ, രക്ഷയില്ലാത്ത വണ്ടിയാണ്. നമ്മുടെ തോംസൺ സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എൻ്റെ വണ്ടി എടുത്ത് എനിക്ക് അധികാരമുണ്ട്, എനിക്ക് എങ്ങനെ വേണമെങ്കിൽ വീഡിയോ ചെയ്യാന്നുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്നേഹമാണത്. അതുകൊണ്ടാണ് ഇത്രയും അധികാരത്തിൽ നമുക്ക് ഈ വണ്ടികളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടും വണ്ടി ഓടിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് ഫാൻ പിള്ളേരുള്ള ഒരു ഗ്രൂപ്പാണ് ഡെറാഡോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇത്. ബാക്കിൽ നമ്മളിത് ഒരു 2 മാസം മുന്നേ ചെയ്ത വണ്ടിയാണ് ഈ കിടക്കുന്ന സോണിക്ക്. ഇത് ടാറ്റയാണ്. അപ്പുറത്ത് ലൈലൻഡ് കിടക്കുന്നുണ്ട്, ടർബോ ആണെന്ന് അതിൻ്റെ പേര്. ഇത് സോണിക്ക്, ഇത് ടാറ്റയാണ്. ടാറ്റ 12 മീറ്റർ ATP നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ 2 മാസം മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ. പിന്നെ ഇത് ഇപ്പോൾ നെക്സ്റ്റ് ഇറങ്ങിയിട്ടുള്ള വണ്ടി ഇവനാണ് കേട്ടോ, ഈ പിങ്ക് കളറിൽ കിടക്കുന്ന ഈ മുതൽ. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതെടുക്കാം, അതല്ലേ നല്ലത്. എല്ലാം കൂടി ഒരുമിച്ച് പറയണ്ട. ഞാൻ പറഞ്ഞ ലൈലൻ്റെ ടർബോ അവിടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡായ കാരണം ബുദ്ധിമുട്ട്. പിന്നെ ഒരു സാധാ ATP ഇല്ലാത്തൊരു ടൂറിസ്റ്റ് ബസ്സും വെള്ളപ്പേൻ്റെ അടുത്തിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇവിടെ വണ്ടികൾ കിടക്കുന്നുണ്ട്. നമ്മുടെ രഥങ്ങളെല്ലാം തന്നെ ഇവിടെ ഹാജരാണ്. ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കി വണ്ടിയുടെ സെറ്റല്ലേ, നല്ല രസമായിട്ടുള്ള വണ്ടിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളറും. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കൂടുതൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. യെല്ലോ തീമിൽ അല്ലെങ്കിൽ മറ്റേ ഇളം പച്ച കളറിൽ, തത്തമ്മ പച്ചയിൽ വന്നിട്ടുള്ള ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. പ്രത്യേകിച്ച് മാറ്റമോ കാര്യങ്ങളൊന്നും ഇല്ല. സ്ലൈഡിങ് ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. തിൻ്റെയോടുകൂടിയുള്ള സ്ലൈഡിങ് ഗ്ലാസ്, പിന്നെ വീൽ ആർച്ച്, പിന്നെ സ്പെയർ വീലിൻ്റെ ഭാഗം, ലഗേജ് ബോക്സ്, ബാറ്ററി ബോക്സ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വീലിൻ്റെ ഒരു ഫ്രണ്ട് വീലിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ, ഓട്ടോമാറ്റിക് ഡോറിൻ്റെ ഭാഗം, ഇതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് എടുത്ത് കാണിക്കാനുള്ളത്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് ഇനി കയറാം. പുറത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ബാക്ക് പറഞ്ഞിട്ടില്ല അല്ലേ, നമ്മളത് ബാക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ നമ്മൾ ഇവൻ്റെ ചെയ്യാം. പുറകിൽ വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ വന്നേക്കണം കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി, സെറ്റല്ലേ? ബാക്കിൽ വരുമ്പോൾ നമ്മുടെ പ്രകാശിൻ്റെ സ്ഥിരമായിട്ട് വരുന്ന ഒരു 3-4 ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷ്, ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ സെൻസേഴ്സ്, ഇത് സംഭവങ്ങളൊക്കെ നമ്മളെല്ലാ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഈ 4 വണ്ടി, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന 5 വണ്ടി ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടികളാണ്. ഈ 5 വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത് എനിക്കൊരു വലിയൊരു സന്തോഷം തോന്നുന്നത്. എൻ്റെ മക്കളെ പോലെയാണ് ഈ 5 വണ്ടി. 5 വണ്ടി എന്നല്ല, അവിടെ എല്ലാ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷം. ഇവരൊക്കെ നമ്മൾ ലൈനിലൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ വല്ല കാറിലൊക്കെ ഇരിക്കുന്നുണ്ടാവുക, പക്ഷെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കോളേജ് പിള്ളേരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് പോകുമ്പോൾ അപ്പോൾ അതൊക്കെ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത്രയ്ക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. അപ്പോൾ ഇവനൊക്കെ നമ്മൾ ടാറ്റയാണെങ്കിലും ലൈലൻ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഓടിച്ച വണ്ടികളാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. ഇളം പച്ച, തത്തമ്മ പച്ച കളറിലാണ് വന്നേക്കുന്നത്. മറ്റേതൊരു മെറൂൺ തീമിലാണ് വന്നേക്കണേ. പ്രകാശിൻ്റെ രസമുണ്ടല്ലേ വണ്ടി കാണാനായിട്ട്. നമുക്കിനി വണ്ടിയുടെ ഉള്ളിൽ കയറാം അല്ലേ. പറഞ്ഞ് വീർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് ഇനി ലെങ്ത് ആവും അല്ലെങ്കിൽ വീഡിയോ. പിന്നെ നമ്മൾ സ്ഥിരം പറഞ്ഞ പോലെ എമർജൻസി എക്സിറ്റിൻ്റെ പോർഷന് 3 മറ്റേ സംഭവമൊക്കെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ നമ്മുടെ സ്ലീപ്പർ ബസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ വണ്ടിമച്ചാൻ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വണ്ടിമച്ചാൻ ഇൻസ്റ്റാഗ്രാമും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അതുപോലെ യൂട്യൂബിൽ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ കേട്ടോ. ആ ഹൈപ്പ് ഒന്ന് ചെയ്ത് തരണം കേട്ടോ. ഹൈപ്പ് മറക്കാതെ ചെയ്യണം.
അപ്പോൾ ഇന്ന് വേറൊരു സന്തോഷം, ഇവിടെ വന്നപ്പോൾ നമ്മുടെ ട്രാവൽ വിത്ത് ഷാസ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, മൂപ്പരെ ഇവിടെ പരിചയപ്പെടാൻ പറ്റി. ആൾ തൃശ്ശൂരുള്ള ആളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അച്ഛനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അത് വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം, എന്നിട്ട് ബാക്കി അവിടെ നിന്ന് പറയാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്, ഡെറാഡോ ട്രാവൽസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ എങ്ങനെയുണ്ട്? 45 സീറ്റ് വണ്ടിയാണ്, ATP ആണ്. ഒരുപാട് ATPs നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. എന്താ കഥ അല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നത് ATP കൂടുതലുള്ളത് ഇപ്പോൾ ഡെറാഡോൻ്റെ കയ്യിലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതും കിടക്കാച്ചി വണ്ടികളാണ് ഈ ഡെറാഡോ ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ളത്, തോമസൺ സാറിൻ്റെ കയ്യിലുള്ളത്. എന്തായാലും അദ്ദേഹം അത്രയും വണ്ടി കമ്പുള്ള ആളാണ്. വണ്ടി അങ്ങനെ നോക്കും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് വരുമ്പോൾ നേരം വൈകി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരം വൈകി. ഇപ്പോൾ സമയം 6:18 ഇൻറ്റീരിയർ എടുക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ എക്സ്റ്റീരിയർ എടുക്കുമ്പോൾ നമുക്ക് ലൈറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ വേറെ ബ്ലോഗർ കൂടി ഉണ്ട്, ട്രാവൽ വിത്ത് ഷാസ് കൂടി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി എടുക്കാനുള്ള ഒരു കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം നമുക്കത് പറ്റില്ല. ഈ വണ്ടി ഫസ്റ്റ് ഡെലിവറി സമയത്ത് തോമസ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെയാണ് കഥ. അപ്പോൾ ഇത് നമ്മുടെ ഹരിദ്ര സീറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഹരിദ്ര സീറ്റ് എന്ന് പറഞ്ഞാൽ വോൾവോ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഹരിദ്ര സീറ്റ് കമ്പനി. അപ്പോൾ നല്ല സീറ്റിൻ്റെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല, അടിപൊളി നല്ല സെറ്റ് വൈബിലിരിക്കുന്നുണ്ട്. ബാക്ക് കട്ടൻസ് കാര്യങ്ങളൊക്കെ കാണാം. ഇത് പച്ച വണ്ടിയാണ്, അതുകൊണ്ട് പച്ച കളർ കട്ടനാണ് ഇതിൽ വന്നിട്ടുള്ളത്. മറ്റേ വണ്ടിയിൽ നിങ്ങൾ ഇൻറ്റീരിയർ കണ്ടിട്ടുണ്ടായിരിക്കും, രണ്ടും ഒന്ന് തന്നെയാണ്. ഒറ്റ കണ്ടൻറ്റിൽ അവസാനിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ എനിക്ക് 2 കണ്ടൻറ്റാക്കി ഇട്ടാലല്ലേ നമുക്ക് മെച്ചമുള്ളൂ, അതുകൊണ്ടാണ് 2 കണ്ടൻറ്റാക്കി ഇടുന്നത്. അതുകൊണ്ടാണ് 2 കണ്ടൻറ്റാക്കി, അല്ലെങ്കിൽ ഒറ്റ കണ്ടൻറ്റിൽ അവസാനിപ്പിക്കാനുള്ളതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ സെറ്റ് വർക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. മറ്റേ ഒരു TV ഇവിടെ വരും, അതുപോലെ തന്നെ AC-യുടെ ജേട്ടക്കൻ്റെ AC-യുടെ സംഭവം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മറ്റേ വണ്ടിയിൽ പറയാനൊരു വിട്ടുപോയ കാര്യം, ബർത്തിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളാട്ടോ, LED ലൈറ്റ്സ്, AC-യുടെ വെൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്ടൽസ് ഇതിൻ്റെ അടിവശത്താണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് പറയാൻ വിട്ടുപോകുന്ന സംശയമുണ്ട് കേട്ടോ. സെയിം ആണ് ഇൻറ്റീരിയർ, മറ്റേ വണ്ടി ഇൻറ്റീരിയർ തന്നെയാണ്. ഈ വണ്ടിക്ക് ഇൻറ്റീരിയർ വ്യത്യാസമൊന്നുമില്ല, സീറ്റ് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളൂ. ഫാനുകൾ 2 സൈഡിലുണ്ട്, 10 ഫാനുണ്ട് 2 സൈഡിലായിട്ട്, 2 പില്ലറിൻ്റെ മുകളിലായിട്ട്. പിന്നെ ഇതുപോലെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട് കേട്ടോ, അഡീഷണൽ TV ആണ്. ഇതുപോലെയുള്ള സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 4-5 സ്പീക്കർ, 5-6 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, സീറ്റ് കവർ പൊടിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അത്രയും സ്പേസ് ഉണ്ട്. ATP തരംഗം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, അത്രയും ATPs ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കുറേ നിങ്ങളിപ്പോൾ നമ്മൾ ചിരമേലിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും അത് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിന് മുന്നിൽ 3-4 കണ്ടൻറ്റ് നല്ല കിടക്കാഴ്ച കണ്ടൻറ്റ് ഇട്ടിട്ടുണ്ട്, ഒന്നും കണ്ടിട്ടില്ല ആരും. പിന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് കമൻറ്റ് ബോക്സിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്ത് ഹൈപ്പൊക്കെ കൊടുക്കുക കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ സമയം 6:20 ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ 6:20 കാണിക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന സമയമാണത്. നമ്മളെടുക്കണ രാവിലെ 5 മണിക്ക് പോന്നിട്ടാണ് ഇവിടെ കൊല്ലത്ത് എത്തിയിട്ട് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓരോ വീഡിയോയ്ക്കും ഓരോ കഥകൾ പറയാണ്ട്, അത്രയും ബുദ്ധിമുട്ടാണ് ഒരു വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ നമുക്ക് എടുക്കുന്ന വ്യൂസ് 2000-3000 കിട്ടിയിട്ട് ഒരു കാര്യമില്ല. വോൾട്ടാസിൻ്റെ ഒരു ടാറ്റ പ്രോഡക്റ്റ്, ഒരു ഫ്രിഡ്ജാണ് കൊടുത്തേക്കണത്. പിന്നെ ഒരു അലാം സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കണ്ട ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ. ഇനി വെറുപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ്. അടിയിലിപ്പോൾ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ആ സ്ട്രിപ്പ് ലൈറ്റ് കൂടി ഉണ്ട് കേട്ടോ. അവിടെ സ്ട്രിപ്പ് ലൈറ്റ് വേണ്ട. പിന്നെ അലുമിനിയത്തിലാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഫിനിഷിങ് പോയിട്ടുള്ളത്. നന്നായിരിക്കുന്നുണ്ട്, വണ്ടി സെറ്റാണ്. അപ്പം നമുക്ക് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കൊന്ന് നോക്കിയിട്ട് അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൂടി പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഡ്രൈവർ ക്യാബിനിൽ വന്നിരിക്കുകയാണ്. നമ്മളെ സ്ഥിരമായിട്ടുള്ള ഐലൻഡ്. എനിക്ക് ഭയങ്കര ഒരു വികാരം തോന്നിയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു സീറ്റ്. സ്റ്റീറിംഗ് വീലും ഭയങ്കര ഇഷ്ടമാണ്. ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ കാണുന്നത് ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബസറിൻ്റെ സൗണ്ട്. പിന്നെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളായിരിക്കും ഒന്നും കിടക്കണില്ല, നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെയാണ് ഉള്ളിൽ. വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ കാണിക്കാൻ മാത്രം ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ ഫ്രണ്ട് കൂടി നിന്ന് കാണിക്കേണ്ട വെച്ചിട്ടൊന്ന് കാണിക്കുന്നതാണ്. നല്ല എന്താ പറയുക, ഹോട്ട് സീറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഡെറാഡോൻ്റെ. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 6+1 അല്ലേ? എന്ത് രസമല്ലേ കാണാനൊക്കെ ആയിട്ട്. ആടാറ് വണ്ടീനല്ലേ ഐലൻഡ്. എന്തായാലും അടിപൊളി. അല്ലേ, നമുക്ക് നമ്മുടെ ഡെറാഡോ ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം, തോമസൺ സാറിൻ്റെ വണ്ടി. ഓക്കെ, ചേട്ടാ കയറിക്കോ. പോലെ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ചെറിയ ഡ്രൈവ് പോയിട്ട് വരാം. പുതിയ വണ്ടിയല്ലേ, ഇങ്ങോട്ട് നോക്കാം. ഒന്നും പറയാലേ, പൊളിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടികളെ റോഡ് അങ്ങോട്ട് കാട്ടി നമ്മളിവിടെ നിർത്തുന്നില്ല. നമ്മുടെ വണ്ടികളൊക്കെ
ഒരുമിച്ച് വന്നിട്ട് ഫോട്ടോഷൂട്ടിന് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. കാരണം എൻ്റെ വീഡിയോ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല, ഐലൻഡ് പുലിയല്ലേ, എന്തായാലും ഒന്നും രക്ഷയില്ലാത്ത വണ്ടിയാണ്. ചേട്ടാ മൊബൈൽ എടുക്കണില്ലേ? ഒന്ന് റോഡൊക്കെ ഒന്ന് കാട്ട് എന്നെ കാണിക്കുക, അത്രേ വേണ്ടോ. നമ്മളത് ഇവിടെ എത്തുമ്പോൾ കുറച്ച് നേരം വൈകാതുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുള്ള കൂട്ടാ, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. പിന്നെ മഴക്കാറൊക്കെ ഇന്ന് രാവിലെ, ഇപ്പോൾ നല്ല തെളിഞ്ഞ ആകാശവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയും കണ്ടോടത്ത് പോവാം. പുനലൂര് നമ്മുടെ അഞ്ചിൽ പോകുന്ന റോഡാട്ടോ, കൊല്ലം. ഐലൻഡ് എന്തായാലും ഒരു അടിപൊളി. ഇപ്പൊ നമ്മള് ചിറമേല് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പറയാൻ പറഞ്ഞു. ഇപ്പൊ ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്, അപ്പൊ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാട്ടോ വരുന്ന ആ ഒരു മോഡ്. ആ മോഡ് ഹൈപ്പ് ചെയ്താൽ നമുക്ക് ഈ വീഡിയോ റീച്ചിലേക്ക് എത്തുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല നമ്മുടെ വേറെന്താ പറയാൻ വിട്ടുപോയ കുറച്ച് സീനാ. ഹൈപ്പ് ചെയ്യണം മാത്രമല്ല, പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ചിറമേലിന്റെ അതിന് മുന്നായിട്ടുള്ള വീഡിയോസ് ഒന്നും ആരും കണ്ടിട്ടില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇറങ്ങാം കേട്ടോ. അതേപോലെ പിന്നെ ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തോമസ് സാറിന്റെ വണ്ടിയാണ്, നമ്മുടെ വണ്ടി പോലെയാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്കിടത്ത് ഓടിക്കാനും ഒക്കെ ഉള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലവർന്ന് പോവാം. എന്തായാലും നല്ല സെറ്റ് വേണ്ടിയാണ്, രക്ഷയില്ല. അപ്പൊ എന്തായാലും ഈ ടീപ്പിയുടെ തരംഗാണ് നമ്മുടെ കേരളത്തില്. അപ്പൊ ഡെറാഡോ കമ്പനിക്ക് ഇപ്പൊ തന്നെ ATPs ഒരുപാടുണ്ട്. നല്ലൊരു ഏറ്റവും കൂടുതലൊക്കെ ഇപ്പൊ ATP ഉള്ള ആൾക്കാർ ഡെറാഡോ ആണ് തോന്നുന്നു എനിക്ക്. എന്താ അത്രമാത്രം ഉണ്ട് ATP. ഇതാണ് കാറുകാരുടെ പ്രശ്നം, നിർത്തില്ല. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ട്രാവൽ വിത്ത് ഷാസിനെ ആളെ കാണാൻ പറ്റി. അത് വലിയൊരു സന്തോഷമായി തോന്നി. ഇങ്ങനെ ആളുടെ വീഡിയോ കാണുന്നതാണ് റെഗുലറായിട്ട്. അതുപോലെ തന്നെ വിജിലമ്പൂർ ബോക്സിന്റെ അദ്ദേഹത്തിന് ചിറമേൽ വണ്ടി ചെയ്യാൻ പോയപ്പോൾ ജസ്റ്റ് മിസ്സായി, ആളെ കാണാൻ പറ്റിയില്ല. ഫാൻ പിള്ളേരല്ലേ, അവരുടെ എന്താ റിയാക്ഷൻ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വെച്ചാൽ എന്താ അവരുടെ മുഖഭാവം നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇടും അല്ലേ, അവരിങ്ങനെ കൈയോട് കാണിക്കുക. ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് ഈ ഡെറാഡോ എന്ന് പറഞ്ഞാൽ. അതിൽ നമുക്ക് വണ്ടി ഓടിക്കുക, ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ വണ്ടിക്ക് ഓടിച്ചു നോക്കണത്. അപ്പോൾ എന്തായാലും തോമസ് സാറിന് എല്ലാവിധ ആശംസകളും. ഇനി വണ്ടികളൊക്കെ ഇങ്ങനെ വരട്ടെ. അപ്പോൾ അന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, ഓടിച്ച് കുറേ നമ്മൾ പോകണില്ല. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് നിങ്ങളത് കമൻറ്റ് ബോക്സിൽ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടും, എന്നിട്ട് സെറ്റാക്കി തരിക കേട്ടോ. അപ്പോൾ അത് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് കുറച്ചുകൂടെ നീങ്ങിയിട്ടേ എവിടെയെങ്കിലും വണ്ടി നിർത്താം. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ ഉടനെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം. പഴയ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഡെറാഡോൻ്റെ മാത്രമല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.